ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പൊ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ആദ്യം ചോദിക്കുകയാണ് രചനയോട്, അമ്മ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. അപ്പോൾ ഇല്ല മോനെ, ഒന്നുമില്ല, ഞാനിങ്ങനെ മോന്റെ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരുന്നതാണ്. ഇല്ലമ്മേ, എന്റെ കാര്യങ്ങൾ ആലോചിച്ചതല്ല അമ്മ. അമ്മ അമ്മയെ ഇന്നലെ വഴക്ക് പറഞ്ഞല്ലേ? ആരും വഴക്ക് പറഞ്ഞില്ലല്ലോ മോനെ. അമ്മേ, എന്നോടമ്മ കള്ളം പറയേണ്ട ആവശ്യമില്ല. ആകാശ് അങ്കിള് ഇന്നലെ ഒരുപാട് കുടിച്ചു, എന്നിട്ട് അമ്മയെ വഴക്ക് പറഞ്ഞു. എല്ലാം ഞാൻ അറിഞ്ഞു അമ്മേ. ഇനി അമ്മ എന്നോട് ഒരു കള്ളത്തരവും മറച്ചു വെക്കേണ്ട യാതൊരു ആവശ്യമില്ല എന്നിങ്ങനെ സംസാരിച്ചപ്പോഴേക്കും മോനെ അത് വീട്. അത് പിന്നെ ആകാശങ്ങൾ ചിലപ്പോൾ കുടിച്ചുകൊണ്ട് വന്നിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞായിരിക്കും. അങ്ങനെ പറയാൻ പാടുണ്ടോ? ദേ, എൻ്റെ അമ്മയെ ആര് വഴക്ക് പറഞ്ഞാലും അതെനിക്ക് സഹിക്കാനായിട്ട് പറ്റില്ല. എൻ്റെ അമ്മയാണ് എനിക്ക് വലുത്. അതിനിടയിൽ കയറി അവരെന്തിനെ വഴക്ക് പറയുന്നു? ദേ, ഇത് ഞാൻ ചോദിക്കുമേ മോളെ. വേണ്ട മോനെ, അത് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നവിടെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇല്ലമ്മേ, അമ്മയെ വഴക്ക് പറഞ്ഞത് എന്തിനാണെന്നും ഇനി അത് അവസാനിപ്പിക്കാൻ സമയമായെന്നും ഞാൻ പറയും അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം അവിടെ നിന്ന് നേരെ എണീറ്റ് ആകാശിന്റെ അടുത്തേക്ക് ചെല്ലുക. അപ്പൊ ആകാശ് എന്തോ ബിസിനസ് ഡീലിൽ സംസാരിച്ചോണ്ടിരിക്കുക സമയത്ത് ആദ്യം കണ്ടപ്പോഴേക്കും ആദി, ഗുഡ് മോർണിംഗ് ആദി. ഗുഡ് മോർണിംഗ് അങ്കിളെ. എന്താ ആദി? അല്ല, അങ്കിൾ ഇന്നലെ കുടിച്ചായിരുന്നോ? അതേ മോനെ, ഇച്ചിരി ഓവറായി പോയി. കുടിച്ചേ ആകെ വല്ലാത്തൊരവസ്ഥ. ഒരു ബിസിനസ് ഡീലാണേ. അപ്പോൾ ആ ബിസിനസ്സിൽ ചില തകർച്ചകളൊക്കെ സംഭവിച്ചു. അതുകൊണ്ട് എനിക്ക് ഇച്ചിരി കുടിക്കേണ്ടി വന്നു, കുറച്ചധികം കുടിക്കേണ്ടി വന്നു. ഓഹോ, അപ്പോൾ അങ്കിൾ എന്തിനാണ് എൻ്റെ അമ്മയെ വഴക്ക് പറഞ്ഞത്? വഴക്ക് പറയാനോ? ആര്? ഞാനോ? ഞാൻ വഴക്കൊന്നും പറഞ്ഞില്ല മോൻ്റെ അമ്മയെ. അങ്കിൾ ഇത്ര പെട്ടെന്ന് മറന്നുപോയോ അങ്കിളെ? അങ്കിൾക്ക് എന്തെങ്കിലും ബിസിനസ് പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് കാരണം എൻ്റെ അമ്മയാണോ? എൻ്റെ അമ്മയെ എന്തിനാണ് അങ്കിള് വഴക്ക് പറഞ്ഞത്? എല്ലാം ഞാൻ കണ്ടായിരുന്നു. അങ്കിള് കുടിച്ചു വന്നതും അങ്കിൾ എൻ്റെ അമ്മയെ വഴക്ക് പറഞ്ഞതും അങ്ങനെതായ ചില കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടായിരുന്നു അങ്കിളെ. ഇനിയും അങ്കിള് എന്നോട് മറച്ചു വെക്കേണ്ട യാതൊരു ആവശ്യമില്ല എന്നവിടെ സംസാരിക്കുകയാണ്. മോനെ, എനിക്ക് ഓർമ്മയില്ല മോനെ, ചിലപ്പോൾ എൻ്റെ ആ ഒരു ഇതില് ഞാൻ അങ്ങനെ വഴക്ക് പറഞ്ഞു പോയതായിരിക്കും. ഹോ, എല്ലാ കാര്യങ്ങളും അങ്ങനെ ഓർമ്മയില്ലാതെ ആയാലോ അങ്കിളെ. ഇനി മേലാൽ എൻ്റെ അമ്മനെ വഴക്ക് പറഞ്ഞു പോകരുത്. ഇത് കേട്ട ആകാശാണെങ്കിൽ, നീ എന്താ പറഞ്ഞു വരുന്നത്? നിന്റെ അമ്മയെ വഴക്ക് പറഞ്ഞാലോ? അങ്കിള് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ റിവോൾവർ ഇല്ലേ, അതെവിടെയാണെന്ന് എനിക്കറിയാം. അതെടുത്ത് ഞാൻ അങ്ങോട്ട് പ്രയോഗിക്കും. അത് വെച്ച് എങ്ങനെയാണ് ഷൂട്ട് ചെയ്യേണ്ടതെന്നൊക്കെ അങ്കിൾ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ഞാൻ മറന്നിട്ടുമില്ല അങ്കിളെ. അത് ഞാൻ അങ്കിളിന്റെ നേരെ അങ്ങോട്ട് പ്രയോഗിച്ചാലുണ്ടല്ലോ, അതോടെ അവസാനിക്കും. മോനെ ആദി, നീ എന്തൊക്കെയോ മോനെ അതീ പറയുന്നത്? ദേ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തു പോകരുത്. എങ്കിൽ പറ, എൻ്റെ അമ്മയെ ഇനി വഴക്ക് പറയരുത്. ഇല്ല, ഞാൻ വഴക്ക് പറയില്ല. ഇനി അഥവാ അങ്ങനെ എന്തെങ്കിലും ചെയ്താല് ഞാൻ എൻ്റെ പപ്പയുടെ അടുത്തേക്ക് പോകും. എന്നെ വെച്ചുള്ള ഗെയിം ഞാൻ അങ്ങോട്ട് അവസാനിപ്പിക്കും. എന്നിട്ട് ഞാൻ പപ്പയുടെ കൂടെ പോയി ജീവിക്കും. എന്താ, അത് അങ്കിൾക്ക് കാണോ? മോനെ ആദി, അങ്ങനെയൊന്നും ചെയ്യരുത്. നീ പറയുന്നത് എന്ത് വേണമെങ്കിലും ഞാൻ അനുസരിച്ചോളാം. അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാൻ നിൽക്കരുത് മോനെ. എങ്കിലേ അങ്കിള് എൻ്റെ അമ്മയുടെ അടുത്ത് പോയിട്ട് സോറി പറ. ചെല്ലങ്ങളെ, എന്താ അങ്കിൾക്ക് മടിയുണ്ടോ? ഇല്ല മോനെ, ഞാൻ സോറി പറയാം. എങ്കിലും അങ്ങോട്ട് ചെല്ലങ്ങളെ. അങ്കിള് പോയി സോറി പറ. അങ്ങനെ ആദ്യം ആകാശം കൂടി നേരെ രചന അടുത്തേക്ക് ചെല്ലുകയാണ്. രചന സങ്കടത്തിലാണ്. രചന, ഇന്നലെ ഞാൻ ഓവറായിട്ട് കുടിച്ചുപോയി. എന്താ സംഭവിച്ചെന്ന് എനിക്ക് പോലും അറിയില്ല. ഞാൻ ആകെ ബഹളം ഉണ്ടാക്കിയല്ലേ രചന? എന്നെ വഴക്ക് പറയുന്നൊക്കെ മോൻ പറഞ്ഞു. ദേ, അറിയാതെ പറ്റിപ്പോയതാ. അതൊന്നും സാരമില്ല ആകാശേ എന്ന് രചന പറയുക. അങ്കിളെ, ഇവിടെ വന്നത് മുഴിപ്പിച്ചില്ല. എന്നോടൊരു കാര്യം പറഞ്ഞുകൊണ്ട് അങ്കിൾ ഇങ്ങോട്ട് വന്നത്. അത് പറഞ്ഞില്ല എൻ്റെ അമ്മയുടെ അടുത്ത്. എന്ത് കാര്യം? അപ്പത്തേക്കും ആകാശാണെങ്കിൽ അത് പിന്നെ രചന സോറിടോ, താൻ എന്നോട് ക്ഷമിക്ക്. ഞാൻ അറിയാതെ പറഞ്ഞു പോയതല്ലേ. ആ ഒരു ഇതില് എൻ്റെ മനസ്സിൽ വല്ലാത്ത ടെൻഷനായിരുന്നു. അതുകൊണ്ടാ തന്നോട് ഞാൻ അങ്ങനെയൊക്കെ മോശമായിട്ട് പെരുമാറിയത്. എല്ലാത്തിനും തന്നോട് സോറിയിടോ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രചനയാണെങ്കിൽ സോറി പറയേണ്ട കാര്യമൊന്നുമില്ല. ഇനിങ്ങനെ കുടിച്ചു വന്നിങ്ങനത്തെ ഇതാക്കാണ്ടിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രചന പോവുക. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഇഷിതയുടെ വീടാ. അപ്പൊ ഇഷിതയുടെ വീട്ടിലൊരു പൂജയൊക്കെ നടക്കുകയാണല്ലോ. അപ്പൊ നമ്മുടെ ചിപ്പിയെ നല്ല അടിപൊളിയായിട്ട് നല്ല സുന്ദരിയായിട്ട് ഒരുക്കിക്കൊണ്ടിരിക്കുക. ആ സമയത്ത്, അമ്മേ, ഞാൻ ഇപ്പൊ സുന്ദരിയായോ? പിന്നെ അടിപൊളിയായില്ലേ എൻ്റെ മോള്.
എന്റെ മോൾക്ക് ആരെങ്കിലും കണ്ണ് കെട്ടും. അതുകൊണ്ടേ കണ്ണ് കെട്ടാതിരിക്കാൻ ഒരു മറുക് വെക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബ്യൂട്ടി മറുക് വെച്ചു കൊടുക്കുക. അപ്പൊ അമ്മ ഒരുങ്ങുന്നില്ലേ? പിന്നെ ഞാൻ ഒരുങ്ങി എല്ലാവരെയും ഞെട്ടിക്കും. കണ്ടു മോള്? ആഹാ, അമ്മ ഒരുങ്ങിയപ്പോ എല്ലാവരെയും ഞെട്ടിക്കാനായിട്ട് പോവാണല്ലേ? പിന്നെ അല്ലാതെ മോൾ അങ്ങോട്ട് ചെല്ല് എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചിനങ്ങോട്ട് പറഞ്ഞു വിടുക. അങ്ങനെ ഇഷിത ഒരുങ്ങാനായിട്ട് പോവുകയും ചെയ്യാണ്. അപ്പോ പൂജയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം. അപ്പോൾ അവിടെ എല്ലാം ഒരുക്കുകയാണ്. അപ്പൊ നമ്മുടെ രാമനും അതേപോലെ തന്നെ സ്വപ്നവലിയും കൂടി ഓടിപ്പാഞ്ഞ് എല്ലാ കാര്യങ്ങളും ചെയ്യാം. അപ്പൊ ദേ വരുന്നു പ്രിയാമണിയുടെ ഭർത്താവും ഒക്കെ വരികയാണ്. പൂജയുടെ ഒരുക്കങ്ങളൊക്കെ എവിടെയായി? എന്റെ പ്രിയാമണി ഓടി ഓടി കതച്ചു. അപ്പോഴേക്കും ചിപ്പിയും വരികയാണ്. ഇതാരാ വന്നിരിക്കുന്നത്? സുന്ദരിമണിയോ? ഇതിപ്പോ ഒരുങ്ങി അടിപൊളിയായിട്ടുണ്ടല്ലോ അമ്മമ്മേ. അപ്പൊ എന്നെ കാണാൻ സുന്ദരിയാണോ? പിന്നെ അല്ലാതെ അടിപൊളിയായിട്ടുണ്ട്. അല്ല, മോളുടെ അമ്മ എവിടെ? അമ്മയെ ഒരുങ്ങാൻ പോയേക്കുവാ. ഒരുങ്ങി എല്ലാവരെയും ഞെട്ടിക്കുമെന്ന അമ്മ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മുടെ മഹേഷും അങ്ങനെ എല്ലാവരുടെ വന്നെത്തുകയാണ്. പൂജാരിയും വന്നെത്തുകയാണ്. എവിടെ? പൂജ തുടങ്ങാനുള്ള സമയങ്ങളെല്ലാം ആയിട്ടോ. പിന്നെ കുട്ടിക്ക് വേണ്ടിയുള്ള പൂജയാണല്ലോ, അപ്പോ അത് അതിൻ്റെതായ രീതിയിൽ ചെയ്യണം. അങ്ങനെ നമ്മുടെ ഇഷിത നല്ല അടിപൊളിയായിട്ട് സുന്ദരിയായിട്ട് തന്നെ എല്ലാവരും ഞെട്ടിക്കുന്ന രീതിയിൽ ഇഷിതയെ ഒരുങ്ങി നേരെ ഹാളിലേക്ക് വരുന്നു. ഹാളിലേക്ക് വന്ന ഇഷിതയെ കണ്ട് മഹേഷാണ് ആകെ ഞെട്ടിപ്പോയത്. മഹേഷ് കണ്ണെടുക്കാതെ ഇഷിതയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇഷിതയ്ക്ക് അതൊരു ചമ്മലായിപ്പോയി. അപ്പോഴേക്കും നമ്മുടെ പ്രിയാമണി ആണെങ്കില് മോളെ ദേ ചിപ്പി, മോള് പറഞ്ഞതുപോലെ തന്നെ മോളുടെ അമ്മയെ കണ്ടേ മുത്തശ്ശി ഒന്ന് ഞെട്ടിയിട്ടോ. അപ്പോ ഡാഡി എന്തൊന്നും പറയാത്തത്? അമ്മയെ കണ്ട് ഡാഡി ഞെട്ടിയോ? അമ്മ സുന്ദരിയാണോ ഡാഡി എന്താ അമ്മയെ തന്നെ ഇങ്ങനെ തന്നെ നോക്കി നിൽക്കുന്ന ഡാഡി? ഞാൻ ചോദിച്ചതിന് ഡാഡി മറുപടി ഒന്നും പറഞ്ഞില്ലല്ലോ. ഡാഡി അമ്മ സുന്ദരിയാണോന്ന് പറ. പിന്നെ മോളുടെ അമ്മ സുന്ദരിയാണല്ലോ, അത് നേരത്തെ അങ്ങനെ തന്നെയാണല്ലോ, സുന്ദരി തന്നെയാണല്ലോ. അങ്ങനെ അവിടെ പൂജ ആരംഭിക്കുക. ദേ ഇനി കുട്ടിക്ക് വേണ്ടിയുള്ള പൂജയാണല്ലോ. അപ്പോ അച്ഛനമ്മയും പ്രാധാന്യമാണ്. പിന്നെ അതിനുശേഷം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എന്താന്ന് പറയാം. ആദ്യം കൊച്ചു വന്ന ദൈവത്തെ തൊഴണം, എന്നിട്ട് കാൽ തൊട്ട് അനുഗ്രഹം മേടിക്കണം. അങ്ങനെ ഇഷിതയുടെയും മഹേഷിന്റെയൊക്കെ കാൽ തൊട്ട് അനുഗ്രഹം മേടിക്കുകയാണ്. അങ്ങനെ ഇഷിതയോടും അതേപോലെ തന്നെ മഹേഷിനോടും അവിടെ ആ ഒരു പീഠത്തിൽ ഇരിക്കാനും പറയാണ്. അങ്ങനെ എല്ലാവരും കൈകൂപ്പി ഇങ്ങനെ പ്രാർത്ഥിക്കാം. അപ്പൊ നമ്മുടെ മഹേഷിനോട് ഇഷിതയുടെ നെറ്റിയില് കുങ്കുമം തൊട്ട് കൊടുക്കാനായിട്ട് പൂജാരി പറയാണ്. അങ്ങനെ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുങ്കുമം തൊട്ട് കൊടുക്കുക. ഇതിന് ശേഷം കുട്ടിയുടെ നെറ്റിയില് അമ്മ കുങ്കുമം തൊട്ട് കൊടുക്കണം. അങ്ങനെ തൊട്ടിട്ടാണ് പൂജ ആരംഭിക്കുന്നത് എന്ന് പറയുമ്പോഴേക്കും ഇഷിതയ്ക്ക് ഭയങ്കര സന്തോഷം. അതിനുശേഷം കൊച്ചിന്റെ കാലില് പാലൊഴിച്ച് മുഖത്തും പാലൊഴിച്ച് ആ ഒരു കർമ്മമാണ് നടത്തേണ്ടത്, പാദപൂജ. അങ്ങനെ നമ്മുടെ ഇഷിത കുങ്കുമം എടുത്തിട്ട് ചിപ്പിയുടെ നെറ്റിയിലേക്ക് തൊടാൻ പോകുന്ന ആ സമയത്ത് വാതിലും തുറന്നുകൊണ്ട് ഒരാൾ വരുന്നു. അത് രചന തന്നെയായിരുന്നു. രചനയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവരാകെ ഞെട്ടിപ്പോയി. അപ്പൊ രചനയെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് കാലി വരികയാണ്. നീ എന്തിനാ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കാം. അപ്പൊ രചന പറയാണ്, നിങ്ങളോട് ആരോട് ചോദിച്ചിട്ടാണ് ഈ പൂജ നടത്താനായിട്ട് ഒരുങ്ങിയത്? നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാണ് ഈ പൂജ നടത്തുന്നത്? ആരോടെങ്കിലും ചോദിക്കണോ? എന്റെ വീട്ടിൽ നടത്തുന്ന പൂജ എങ്ങനെ വേണമെന്നത് എനിക്കറിയാം, അത് നിന്നോട് ചോദിക്കേണ്ട അനുവാദം ഇല്ല എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ആര് പറഞ്ഞു എന്നോട് അനുവാദം ചോദിക്കണം? കാരണം ഈ ഇരിക്കുന്ന ചിപ്പിയില്ലേ, അതെന്റെ മകളാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സ്വപ്നവയ്ക്ക് കാര്യം വരികയാണ്. നിന്റെ മകളോ? എടീ, പ്രസവിച്ചാൽ മാത്രം മകളാവില്ല. നിന്നോട് ഇങ്ങോട്ട് വരാൻ ആരും പറഞ്ഞില്ലല്ലോ, ഇറങ്ങിപ്പോടി എന്ന് പറഞ്ഞപ്പോഴേക്കും ദേ സ്വപ്നവല്ലിയമ്മേ, എന്റെ അടുത്ത് കൂടുതൽ അഭ്യാസം കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ ഭരണം ദേ ഇവിടെ മതി. എന്റെ മുന്നിൽ നിങ്ങളുടെ ഭരണം വേണ്ട. എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഒരു പ്രാവശ്യം ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാണ്. പക്ഷേ ഇനി എന്നെ ഇറക്കി വിടാമെന്ന് വിചാരിക്കണ്ട. ഞാൻ ഇവിടെ വന്നത് ഞാൻ പ്രസവിച്ച എന്റെ മകൾക്ക് വേണ്ടിയാണ്. അവളുടെ എല്ലാ രീതിയിലും എല്ലാ പൂജകളും ചെയ്യേണ്ടത് അത് ഞാനാണ്. പൂജാരി ഒന്ന് പറഞ്ഞു കൊടുക്കു പൂജാരി. അല്ല, പെറ്റമ്മയാണ് ചെയ്യേണ്ടത്. അപ്പൊ ചിപ്പിയെ പ്രസവിച്ചത് ആരാണ്? ഞാനല്ലേ. ഇവൾക്ക് എന്താണ് അവിടെ സ്ഥാനം ഉള്ളത് എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആർക്കൊന്നും മിണ്ടാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ദേ ഈ വലിഞ്ഞു കേറി വന്നവളെ അങ്ങോട്ട് ഇറക്കി വിട്. ചിപ്പിയെ പ്രസവിച്ചതേ ഞാനാണ്, അല്ലാതെ നിങ്ങളുടെ രണ്ടാം മരുമകളല്ല എന്നും പറഞ്ഞുകൊണ്ട്. എടി നീ എന്താ പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് സ്വപ്നവല്ലി അടിക്കാനായിട്ട് കൈ ഉയർത്തുകയാണ്. പക്ഷെ സ്വപ്നയോടെ കൈ അങ്ങോട്ട് തടഞ്ഞു നിർത്തുകയാണ്. ഈ പൂജ ഞാനാണ് നടത്തേണ്ടത്.
അല്ലെങ്കിൽ ഞാൻ നടത്തിയില്ലെങ്കിൽ ഇവിടെ പൂജ ചെയ്യാനായിട്ട് ഞാൻ അനുവദിക്കില്ല. ഇവളിത് ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. പ്രസവിക്കാൻ കഴിയാത്ത ഇവള് പൂജ ചെയ്യാനായിട്ട് ഒരുങ്ങിയിരിക്കുന്നു. എന്റെ മകളുടെ കാര്യം നോക്കാനായിട്ട് എനിക്കറിയാം. ഞാനാണ് അവളെ നൊന്ത് പ്രസവിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരുടെ മുന്നിൽ വെച്ച് ഈശ്വരയെ വളരെയേറെ നാണം കെടുത്തുകയാണ്. അപ്പൊ പൂജാരി പറയാണ്, കൊച്ചിന്റെ പൂജകളെല്ലാം പെറ്റമ്മ, അതായത് രക്തബന്ധം ചെയ്താൽ മാത്രമേ പൂർണ്ണത കിട്ടുള്ളൂ. അതങ്ങനെ വേണം ചെയ്യാനായിട്ട്. അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രജനിക്ക് ഭയങ്കര സന്തോഷം, ഇഷിതയ്ക്കാണെങ്കിൽ സങ്കടം വന്ന് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയും. അപ്പൊ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവിനെ കാത്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചു. നമസ്കാരം. താങ്ക് യു. ബൈ.